ഹലോ, ഞങ്ങൾ വീണ്ടും വെറുപ്പിക്കാൻ വന്നിരിക്കുക. ഇന്ന് ഒരു ടീസർ റിയാക്ഷനാണ്. ഏത് നമ്മുടെ DQന്റെ പ്രൊഡക്ഷനിൽ ഇറങ്ങുന്ന ലോക. DQന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ലോക. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്നറിയോ, ലോകയുടെ പോസ്റ്റർ ഇതിനു മുമ്പ് വൈറലായിരുന്നു. നമ്മുടെ എസ്തറ്റിക് കുഞ്ഞമ്മ എന്ന് പറയുന്ന നമ്മുടെ അരുൺ, അവൻ്റെ കമ്പനിയാണ് അതിൻ്റെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അവൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ഇതിൻ്റെ പോസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ ഇതൊരു ഹീറോ മൂവിയാണ്, സൂപ്പർ വുമൺ, അങ്ങനെ ഒരു ഹിൻ്റ് അതിലുണ്ടായതുകൊണ്ട് ഇത് എപ്പോഴും ഇറങ്ങും എന്നുള്ളൊരു, ഇതിൻ്റെ ടീസർ ആയാലും ട്രെയിലർ ആയാലും എപ്പോൾ ഇറങ്ങും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫൈനലി അത് വന്നിരിക്കുന്നു. അപ്പോൾ ടു എക്സൈറ്റഡ്. എന്താണ് മലയാള സിനിമയിലെ അടുത്ത മുരളിക്കൊക്കെ ശേഷം ഇതുപോലൊരു, അല്ല ഇത് ഫ്രാഞ്ചൈസ് യൂണിവേഴ്സ് പോലെ എന്തോ ഫസ്റ്റ് ടൈം മലയാള ഫിലിമിൽ ക്രിയേറ്റ് ആവുന്നതാണെന്ന് തോന്നുന്നു. ലൈക്ക് ചാപ്റ്റർ 1. അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം. സോംബിയോ അഭിനയം അഭിനയില്ല. ഈ സ്ഥലം കാണുമ്പോ ഉറുമിയിലത്തെ മ്യൂസിക് ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോ ആണോ? ഒരു ഹോളിവുഡ് വാ മോനെ. അത് ടോവിനോ ഉണ്ടെന്ന് തോന്നിട്ടാ നിന്നിരുന്ന ഫോൺ പിടിച്ചിട്ട്. ഞാൻ കണ്ടില്ല. ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോ ആണോ? കളർട്ടോണൊക്കെ കണ്ടില്ലേ, കറക്റ്റ് ബോളിവുഡ് മൂവി മാതിരി അല്ലേ? ഭയങ്കര മേക്കിംഗ് ആണല്ലോ. എന്റെ പൊന്നുമോനെ, കുറച്ച് നാളായിട്ട് ഇങ്ങനെ കാത്തിരിക്കേണ്ട ഒരു സംഭവം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു മൂവി വരുന്ന എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുക. ഓക്കെ, കൂലി വരുന്നുണ്ട്, അത് ഒരു മോസ്റ്റ് അവൈറ്റഡ് മൂവിയാണ്. നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ മൂവി വരുമ്പോ നമുക്ക് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. പക്ഷെ നല്ല മേക്കിംഗ്. എനിക്കൊന്ന് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ നിമിഷ് അല്ലേ? എനിക്കൊന്ന് ഇവരെ ഈ തുൾക്കറിന്റെ ലാസ്റ്റ് കുറെ സിനിമകളൊക്കെ നിമിഷ് തന്നെയാണ് ചെയ്യണത്. മറ്റേ കുറുപ്പാണോ? അതെല്ലാം അവരെന്നെ കൊത്തിയും. അതെ, അതെല്ലാം അവരെന്നെ നിമിഷ് തന്നെയാണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല ഫൈറ്റ് ഒക്കെ അല്ലേ? എനിവേ, ഇനി ഇതിന്റെ ടീസറിന് വേണ്ടി ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.